ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 1. ഒക്ടോബർ മാസം ജപമാല മാസം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെയൊക്കെ ദൈവാലയങ്ങളിലും കുടുംബങ്ങളിലും വലിയ തീവ്രതയോടും തീഷ്ണതയോടും കൂടെ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെ സായം സന്ധ്യയിലെ പ്രാർത്ഥന മിക്കവാറും ജപമാല പ്രാർത്ഥനയാണ്. ഈശോമിശിഹായിലൂടെ കൈവന്ന രക്ഷയെ അനുസ്മരിക്കുകയാണല്ലോ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമ്മൾ തേടുന്നു. കാരണം അമ്മ നമുക്ക് വലിയ ഒരു ശക്തി കേന്ദ്രമാണ്. സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങളിലൂടെ നമ്മുടെ ഹൃദയവിചാരങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആന്തരിക ആനന്ദത്തിൻ്റെയും ദൈവം നമുക്ക് നൽകിയ വളർച്ചയുടെയും ഉയർച്ചയുടെയും എല്ലാ രഹസ്യങ്ങളും നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അത് ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്നു. കുടുംബം ദൈവം വീക്ഷിക്കുന്ന വിശുദ്ധ സ്ഥലമാണ്. ദമ്പതികൾ അവരുടെ ജീവിത സമർപ്പണത്തിൽ ദൈവം ആഗ്രഹിക്കും വിധം മുന്നേറുമ്പോഴും മക്കളെ മൂല്യങ്ങളിൽ വളർത്തുമ്പോഴും ദൈവകൃപ സമർത്ഥമായി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം ഒരുമിച്ച് വളരും, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ വളരും എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ ഒക്ടോബർ മാസത്തിലെ പ്രാർത്ഥനാ ദിനങ്ങൾ കൂട്ടായ്മയിലും സ്നേഹത്തിലും ഹൃദയബന്ധത്തിലും കുടുംബാംഗങ്ങൾ വളരാനുള്ള ഒരവസരമായി നമുക്ക് രൂപപ്പെടുത്താം. നമ്മുടെ കുടുംബങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിന്ന് ദൈവകൃപ സ്വീകരിക്കുന്ന ഇടമായി രൂപപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാ കുടുംബങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവകൃപ സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.